ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അനേകം പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അവസാന നിമിഷം ദൈവത്തിന്റെ കയ്യൊപ്പ് പോലെ ഒരു സഹായഹസ്തമുണ്ടാവും. നിങ്ങൾക്കറിയാമോ, ഒരു കേസിൽ എനിക്ക് അനേകം കേസുകളുണ്ട്, മാറി നിൽക്കുന്നു, ജാമ്യം കിട്ടുന്നു. ഒരു കേസിൽ കൂടി ജാമ്യം കിട്ടാൻ ഇടയുള്ളപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എനിക്കൊരു കേസിൽ ജാമ്യം തരുന്നു. എന്നിട്ട് എന്നോട് പറയുന്നു, 3-ാം ദിവസം നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാവണം. എനിക്ക് ആദ്യമായി മറ്റൊരു കേസിലെ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നെ പോലീസ് പിടിച്ചോണ്ട് പോകും. പക്ഷെ കോടതിയോട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നിവൃത്തി കെട്ട് ഞാൻ ജാമ്യം എടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ എറണാകുളത്ത് നിന്ന് 2 സംഘം പോലീസ് വരുന്നു. എന്നെ അവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ആദ്യത്തെ അറസ്റ്റാ. നിലമ്പൂരിൽ നിന്നും പോലീസ് വണ്ടിയിൽ എന്നെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നു. വക്കീൽ എണീറ്റ് നിൽക്കുന്നു. പ്രോസിക്യൂഷൻ പറയുന്നു മുൻകൂർ ജാമ്യം അസാധുവായി, കാരണം അറസ്റ്റ് ചെയ്തവർക്ക് ജാമ്യമേ ഉള്ളൂ, മുൻകൂർ ജാമ്യമില്ല. പിന്നെന്താ, അറസ്റ്റ് ചെയ്തവരെ ജയിലിലടയ്ക്കും. എന്റെ അഭിഭാഷകൻ കോടതിയോട് ചോദിച്ചു, എത്ര ദിവസമായി ഈ അപേക്ഷ ഇവിടെ കിടക്കുന്നു? ഇത് ആരുടെ കുഴപ്പമാണ്? ഇത് പരിഗണിക്കാൻ വൈകി എന്നതുകൊണ്ട് കുറ്റം ചെയ്യാത്ത ഒരാൾ ജയിലിൽ കിടക്കണം. കോടതി പറഞ്ഞു, അത് ന്യായമായ ചോദ്യം, നമുക്ക് പരിഗണിക്കാം. എന്തായാലും അറസ്റ്റ് ചെയ്തല്ലോ, അവർ നടപടിക്രമം പൂർത്തിയാക്കട്ടെ, വൈകുന്നേരം പരിഗണിക്കാം. മണിക്കൂറുകൾ നീണ്ട വാദത്തിനൊടുവിൽ കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ അറസ്റ്റ് ചെയ്തതിനു ശേഷം കോടതി വാദം കേട്ട് തീരുമാനമെടുക്കുന്നു. മുൻകൂർ ജാമ്യം തരുന്നു, വിട്ടയക്കുന്നു. ഇത്തരത്തിൽ അത്ഭുതകരമായ ഇടപെടലുകൾ നടക്കും. ഞാൻ സാധാരണ 9:30, ഞാൻ പറയാം, ബഹുമാനപ്പെട്ട മേയർ ഉള്ളതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ സാധാരണ 9:30 മണിക്ക് കിടക്കുന്ന ആളെ 4 മണിക്ക് എണീക്കും. യാസ്മീനും സംഘവും വന്നിരുന്നു. ഇന്നലെ അവരോട് ഭക്ഷണം കഴിക്കാൻ പോയി. അതുകൊണ്ട് 11:30 മണി 12 വരെ എനിക്ക് ഇരിക്കേണ്ടി വന്നു. ഈ സമയത്ത് ജാസ്മിൻ ടെൻഷൻ അടിക്കുന്നു, ഹാരിസ് ടെൻഷൻ അടിക്കുന്നു, അജയ് ടെൻഷൻ അടിക്കുന്നു. എന്താ വിഷയം? മലബാറിൽ നിന്ന്, കണ്ണൂരിൽ നിന്ന് വന്ന 3-4 ബസ് MVD പിടിച്ചിട്ടിരിക്കുന്നു. കോട്ടക്കൽ, മലപ്പുറം കോട്ടക്കൽ 50,000 രൂപ പിഴ അടച്ചിരിക്കുന്നു. എന്താ കാര്യം? ലൈറ്റ് ഇട്ടില്ല, അത്രയും വഴി പാർക്ക് 50,000 രൂപ. ഇത് പരിഹരിക്കാൻ ശ്രമിക്കുന്നു, അവർ വിടുന്നില്ല. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, എന്താ ഈ വെപ്രാളം? അപ്പൊ പറയുന്നു, ഇതാ 50,000 രൂപ പിഴ അടച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, MVDക്ക് കൊടുക്കൂ, AMVക്ക് കൊടുക്കൂ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ 50,000 ആക്കണ്ട, 50 ലക്ഷം പിഴയിട്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ അവരുടെ 1 രൂപയില്ല. ഈ നാട്ടിൽ രൂപയും കൊണ്ട് നടക്കണമെന്നൊരു നിയമവുമില്ല. മാത്രമല്ല 20,000 രൂപയ്ക്കുള്ളിൽ കൈവച്ചാൽ നിയമവിരുദ്ധമാണ്. അതൊരു കോടതിയിൽ അടച്ചോളാം, വിട്ടിട്ട് പോകും, ബാക്കി നോക്കിക്കോളാം എന്ന് പറഞ്ഞു. MVDക്ക് കാര്യം പിടികിട്ടി, അവർ വിട്ടുപോയി. മാത്രമല്ല ഞാൻ അപ്പോൾ തന്നെ ഗണേഷ് കുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ചു. അച്ഛൻ കോവിൽ അജിത് എന്റെ സുഹൃത്താണ്. പാതിരാത്രിയിൽ തന്നെ MVDയെ വിളിച്ച് വിശദീകരണം തേടി. പപ്പ ഏതോ ആശുപത്രി മുതലാളി, ഞാൻ മനസ്സിലാക്കുന്ന മിംസിന്റെ മുതലാളിമാരാണെന്നാണ് എന്റെ ധാരണ. കോട്ടക്കൽ അവര് ആ AMVയെ സ്വാധീനിച്ചിട്ട് ഇത് തടയാൻ ശ്രമിച്ചതാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? അവിടെ ഞാൻ ഉണ്ടായിരുന്നത്, എനിക്ക് വിളിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ ഇടപെടില്ല, എന്റെ കഴിവല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. സത്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നവരെ ഈശ്വരൻ, പ്രകൃതി ഒരിക്കലും കൈവിടില്ല. മതമില്ലാത്ത ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രയത്നിക്കുന്നത്? 1333 രൂപയ്ക്ക് വേണ്ടി. നമുക്കത് കിട്ടും. അത് കിട്ടിയാൽ മതിയാവൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് കിട്ടും. നമ്മൾ ജോലിയെടുക്കുന്നത് ശമ്പളം വാങ്ങാനാണ്. അത് നേടിയെടുക്കാനുള്ള ഇച്ഛാശക്തി ഈ നേതൃത്വത്തിനുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് നഴ്സിംഗ് സമൂഹത്തിനുണ്ട്. നിങ്ങളോടൊപ്പം നിൽക്കുക എന്ന ചരിത്രപരമായ ദൗത്യം, പ്രകൃതിയുടെ ഉത്തരവാദിത്വം, ദൈവത്തിന്റെ കൽപ്പന എന്റെ മേലുമുണ്ട്. ഞാനും അത് ഏറ്റെടുക്കും. നമ്മൾ എല്ലാ അവകാശങ്ങൾക്കും വേണ്ടി പോരാടും. അവസാന ശ്വാസം വരെ ഈ നാട്ടിലെ ശമ്പളത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന, അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന മാലാഖമാർക്കൊപ്പം ഞാനുണ്ടാവും. മറുനാടൻ മലയാളി എന്ന പ്രസ്ഥാനമുണ്ടാവും, ഈ സമൂഹമുണ്ടാവും, UN നേതൃത്വം ഉണ്ടാവും. ജയ് ഹിന്ദ്, ജയ് UN. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.